അപ്പോൾ നമ്മൾ ടൂപ്പിക്കൊക്കെ പെട്ടെന്ന് അത് കരിമ്പുള്ളിയൊക്കെ അടിച്ചിട്ട് ചീത്തയായി പോകാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ടൂപ്പിക്ക് എപ്പോഴും നല്ല പുതിയതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരു ഗ്ലാസ്സിലേക്ക് വെള്ളമോ ചായയോ ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ആ ഗ്ലാസ്സിനകത്ത് ചുറ്റുഭാഗത്തൊക്കെ ആകാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു സ്പൂൺ ഇതേപോലെ വെച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗ്ലാസ്സിന് ചുറ്റുഭാഗത്തും ആകാതെ നമുക്ക് ഇതേപോലെ തന്നെ ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഗ്ലാസ് ഒന്നും വൃത്തികേടാകാതെ നമുക്ക് ഇതേപോലെ ജ്യൂസൊക്കെ ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുമ്പോഴത്തേനും ഇതേപോലെ ഒന്ന് ഒഴിച്ചെടുക്കുക. വെള്ളം മാത്രമല്ല കേട്ടോ, ഏത് സാധനം വേണമെങ്കിലും ഇതേപോലെ ആക്കിയെടുക്കാം. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ നെയിൽ പോളിഷൊക്കെ എടുക്കുമ്പോഴത്തേനും കട്ട പിടിച്ചിരിക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ നേരം നമ്മുടെ കയ്യിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു പെർഫ്യൂം ഉണ്ടെങ്കിൽ ഒന്ന് അതിനകത്തോട്ട് 2-3 വട്ടം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്പ്രേയുടെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നെയിൽ പോളിഷൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നഖത്തിലൊക്കെ ഇടുന്നതിന് നല്ല രീതിയിൽ നമുക്ക് നെയിൽ പോളിഷ് ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് കുലുക്കി കൊടുക്കുക. എന്നിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് നെയിൽ പോളിഷ് ഇടാനായിട്ട് പറ്റും കേട്ടോ. ഉണ്ടോ? അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ചീർപ്പൊക്കെ പ്രത്യേകിച്ച് നനയാതെ നമുക്ക് അതിനകത്തുള്ള അഴുക്കൊക്കെ കളഞ്ഞെടുക്കണമെങ്കിൽ ഇതേപോലെ പൗഡർ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ പൗഡർ ചീർപ്പിനകത്ത് ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ എത്ര ചീർപ്പുണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നമ്മൾ വെള്ളം നനച്ച് കഴുകിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും മുടി ചെയ്യുവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ നനഞ്ഞ ചീർപ്പൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതേപോലെ പഴയ ബ്രഷ് വെച്ച് പൗഡർ ഇട്ടതിന് ശേഷം ഇതേപോലെ നാക്കി കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആ അഴുക്ക് പൊടിയെല്ലാം നീങ്ങി കിട്ടും കേട്ടോ. നമുക്കത് കാണാനായിട്ട് പറ്റും. നല്ല രീതിയിൽ അഴുക്കൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇതേപോലെ ഉണ്ടോ, എത്ര ചീർപ്പ് വേണേലും നമുക്ക് പൗഡർ ഇട്ട് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ.